എവരിവൺ SCERT സെക്ഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫി ഭാഗത്തിൽ പാഠം 1 പഠിച്ചത്. ലോകത്തിൻ്റെ നിറകയിൽ നമ്മൾ ഹിമാലയത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇതിനു മുമ്പത്തെ ക്ലാസ് കാണാത്തവർ ക്ലാസ് കാണണം, കാരണം അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പൂർവാചൽ കുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. അപ്പം ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിലും അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. പൂർവാചൽ കുന്നുകൾ. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. പട്കായ്ബു, നാഗ കുന്നുകൾ, മിസോർ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗ സിൻഡ്രോം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പൂർവാചൽ മലനിരകളിലാണ്. പൂർവാചൽ മേഖലയിൽ നിന്നുള്ള ഒരു കുന്നിൻ പ്രദേശത്തിൻ്റെ പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻഡ്രോവും ഒക്കെ എവിടെയാണ്? പൂർവാചൽ കുന്നുകളുടെ ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തത് നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്ന് അതിൻ്റെ നേർക്കാഴ്ചയാണ്. മേഘാലയത്തിലെ വേരുകൾ കൊണ്ടുള്ള പാലത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് കേബിൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. ലോക്തക് തടാകത്തിലെ പൂണ്ടികൾ എന്ന് പറയുന്ന ഒരു തരം അത് മണ്ണ് ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് അത് പിക്ചറിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാണ്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്ക് എവിടെയാണ്? മണിപ്പൂരിലാണ് ലോക്തക് തടാകം. ഇവിടെ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടികൾ എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളും ചെറിയ ജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നതാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം അപ്പോൾ ഏത് തടാകത്തിലാണ്? ലോക്തക് തടാകത്തിൽ. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ഇടം കൂടിയാണ് ലോക്തക് തടാകത്തിൽ. കാലാവസ്ഥ. ഇനി നമുക്ക് ഈ പ്രദേശത്തെ കാലാവസ്ഥ നോക്കിയാൽ ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയൻ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസമാണ്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പം സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. സിവാലിക് മലനിരയുടെ തെക്കൻ ചെരുവിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച ഇവിടെ സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പം ഈ മേഘാലയ ഭാഗത്ത് ഉയർന്ന തോതിൽ മഴ ലഭിക്കാനുള്ള കാരണം എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്തേക്ക് പെയ്തൊഴിയുന്നു. അതിനാലാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ
മഴ ലഭിക്കുന്നത്. ഇനി ഇവിടുത്തെ നദീവ്യവസ്ഥയെക്കുറിച്ചാണ് അടുത്ത ഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വതഭാഗങ്ങളിൽ വീരൂപ താഴ്വരകളും ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. വെള്ളച്ചാട്ടങ്ങൾ എന്താ? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പുകുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. വീരൂപ താഴ്വര: നദി ഒഴുകുമ്പോൾ വശങ്ങളിൽ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചെരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. ഈ ബ്ലൂ കളറിൽ നമുക്ക് തന്നിരിക്കുന്നതാണ്. ബ്ലൂ കളറിൽ വര തന്നിരിക്കുന്നതെല്ലാം എന്താണ്? അത് ഹിമാലയൻ നദികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? സിന്ധു, അതിൻ്റെ പോഷക നദികൾ യമുന, അതുപോലെ തന്നെ കാളി നദി, കോസി നദി. അപ്പം ഇതിൻ്റെ എല്ലാം പോഷക നദികളാണ് നമുക്ക് ഗംഗ, യമുന, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളിലും അവയുടെ പോഷക നദികളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഉപദ്വീപീയ നദികളാണ് ചെറിയ ബ്ലൂ ലൈനിൽ പോയിരിക്കുന്നത്. മറ്റേ വലിയ ബ്ലൂ ലൈനാണ് ഹിമാലയൻ നദികൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം. മാനസ് സരോവർ തടാകത്തിനടുത്ത് ബഖർ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ്. അപ്പോൾ സിന്ധു അതിൻ്റെ പോഷക നദികളും വടക്ക് കിഴക്കൻ ഹിമാലയത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഗംഗോത്രിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിൻ്റെ പ്രധാന നദികൾ. മാനസ് സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്ദുങ് ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം. അപ്പോൾ ഈ നദികളുടെ ഉത്ഭവവും അതിൻ്റെ പോഷക നദികളും ഒന്ന് നോക്കി വെക്കണേ. ഇനി ഈ പ്രദേശത്തെ മണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണ്, വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത സ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയ ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് രൂപപ്പെടുന്നത്. ഉയർന്ന ചെരിവുകൾ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്നറിയപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അടുത്തതാണ് സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിൽ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലും വടക്കൻ കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിൽ അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നതിൻ്റെ പടം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴ്വരകളിലെ ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധമിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജുനിപ്പർ,
ഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലെ ആൽപൈൻ പുൽമേടുകളും നമുക്ക് കാണാൻ സാധിക്കും. സ്തൂപികാഗ്ര വനത്തിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വന്യജീവി സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയൻ പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണിവിടം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും ദേശീയോദ്യാനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്, പഠിക്കണം. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഡജ്ജിഗാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഇനി കിഴക്കൻ ഹിമാലയമാണെങ്കിൽ കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സെയ്ഖോവ അസ്സാം, കാസിരംഗ അസ്സാം, മാനസ് അസ്സാം, കേബിൾ ലഞ്ചോവോ മണിപ്പൂർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ബോക്സിൽ തന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ച് പഠിച്ചോണം കേട്ടോ. ഇനി ഇവിടുത്തെ കൃഷിയെക്കുറിച്ച് പറഞ്ഞാലോ, തട്ടുതട്ട് കൃഷിയാണല്ലേ അവിടെ. കൃഷി താരതമ്യേന കുറവാണ്. പക്ഷേ ഉയരം, ചെങ്കുത്തായ ചെരുവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില ഇതൊക്കെ ഒരു പ്രതികൂല ഘടകങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട്. പിന്നെ പർവ്വത പ്രദേശത്തിന് അനുകൂലമായ കൃഷികൾ ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിൽ താഴ്വരകളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിലെ തേയില കൃഷിയാണ് കൂടുതലായി ഉള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷികൾ പിന്തുടരുന്നു. മൃഗപരിപാലനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. അപ്പം ഇവിടെയൊക്കെ എന്താണ്, ശൈത്യമേഖലയായ ലഡാക്കിലും ഹിമാചൽ ഭാഗങ്ങളെ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെ വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്നത് ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞാലോ, ഏറെ പ്രാധാന്യമുണ്ട് അല്ലേ. ടൂറിസം വികാസത്തിന് തുടക്കം ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്ത് കൂടുതൽ ടൂറിസം വികസിച്ചിരിക്കുന്നത്. കൈലാസം, മാനസ സരോവർ, അമർനാഥ്, ഹോമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നു. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിത്താൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്ന് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികാസത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് വികസിക്കുന്നത്. അപ്പോൾ ആരാണ് 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ഇന്ന് പർവ്വതാരോഹണം, ഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖല ഏറെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻസിംഗ് നോർഗെ പറഞ്ഞ വാക്കുകളാണ്. പർവ്വതങ്ങൾ പ്രതിബദ്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് ടെൻസിംഗ് നോർഗെ പറഞ്ഞ വാക്കുകളാണ് അവിടെ മലയാളത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിതൊന്ന് നോക്കി വെക്കണം. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ജോഗ്രഫി ഭാഗത്തുനിന്ന് ചോദിക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ പാഠത്തിൽ നിന്നും ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിക്കണം. പുതിയ പുസ്തകത്തിൽ നിന്ന് വരില്ല എന്ന് കരുതരുത്, വരും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, എങ്കിലേ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.